ആസ് എ പീഡിയാട്രിഷ്യൻ ആയിട്ട് യു കെയിൽ വന്ന് ഒരു വർഷമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എത്രത്തോളം മക്കളെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു 1000 കൂടുതൽ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം മോസ്റ്റ്ലി യു കെയിൽ വന്ന ഏജ് എന്ന് പറയുന്നത് 25 to 32. അപ്പൊ അവർ വരുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഒരു ഒരു മോനോ മോളോ ഉണ്ടാവും, നമ്മളെ പോലെ തന്നെ. ഇപ്പൊ എനിക്കാണെങ്കിലും 3.5 വയസ്സ്, അമിനാക്കാണെങ്കിലും 3 വയസ്സുള്ള, കൂടുതലും എല്ലാവർക്കും ചെറിയ മക്കളായിട്ടായിരിക്കും എല്ലാവരും യു കെയിലോട്ട് വരുന്നത്. അപ്പം അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം, ഈവൻ നമുക്ക് തന്നെയാണെങ്കിലും സൺലൈറ്റ് ഇല്ലാത്തതിന്റെ ഡിഫിഷ്യൻസി അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മക്കളെയും കൊണ്ട് വന്ന പേരൻസ് എന്തൊക്കെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് സർവൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് എന്റെ ഡയറ്ററ്റിക്സിന്റെ ഏരിയ അല്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ മൾട്ടി വിറ്റമിൻസ് ഒന്നും അധികം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ലല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ 5 മൾട്ടി വിറ്റമിൻ ഏതാണ്ടൊക്കെ ഒരു നിർബന്ധം എന്നുള്ള രീതി തന്നെയാണ്. കാരണം ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്കറിയാം, ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി കുറെ വിറ്റമിൻസിന്റെ ലാക്കും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മൾട്ടി വിറ്റമിൻ ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ ഫോർമുല ഫീഡിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 600 അല്ലെങ്കിൽ 650 ml മുകളിൽ ഫോർമുല കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ മൾട്ടിവിറ്റമിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മൾട്ടിവിറ്റമിൻ കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അൺലിമിറ്റഡ് ഫുഡിൽ നിന്നും അവർക്ക് എല്ലാ ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ കൊടുക്കുന്ന പല ഇൻഹിബിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ പല കാര്യങ്ങളും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഒന്നിന്റെ ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കും, ഒന്നിന്റെ അബ്സോർപ്ഷൻ ഒന്നിനെ തടയുന്ന രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ന്യൂട്രിയൻസ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും മൾട്ടിവിറ്റമിൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരും. ഓക്കെ. പിന്നെ ഈവൻ നമ്മളാണെങ്കിലും നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് വന്നു, നമുക്ക് തന്നെ സൺലൈറ്റ് ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ വിന്റർ ടൈമിൽ നമ്മൾക്ക് സൂര്യപ്രകാശം ഒട്ടുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മക്കളെ എത്രത്തോളം എഫക്ട് ചെയ്യാനുണ്ട്? കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ റിക്കറ്റ്സിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമുക്കറിയാം, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്. അപ്പൊ അത് ബോണിന്റെ ഡെൻസിറ്റിനെ ബാധിച്ച് അതിന്റെ സ്ട്രക്ചർ തന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു അസുഖമാണ്. ഇപ്പൊ നാട്ടിൽ കണാന്ന് പറയും. ആ ഒരു അസുഖം ഇവിടെ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മൈനോറിറ്റിയിലുള്ള ഈ ഒരു എത്നിസിറ്റിയിൽ വരുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഫാറ്റ്സ് കിട്ടും. അതായത് ഈ ന്യൂട്രിയൻസ് ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയില്ല, ഇവിടുത്തെ യു കെയിലത്തെ ബ്രെഡും അതുപോലെ തന്നെ ഫ്ലോർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പൊടികളൊക്കെ, അതൊക്കെ ഫോർട്ടിഫൈഡ് ആണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പാകം ചെയ്ത് കൊടുത്താലോ നമ്മൾ ആ ബ്രെഡ് കൺസ്യൂം ചെയ്താലോ ഒക്കെ നമുക്ക് ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും. ഫോർട്ടിഫൈഡ് ഫുഡ്സിന്റെ അവൈലബിലിറ്റി ഇവിടെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ. പിന്നെ ഇതെന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മള് ഇംഗ്ലീഷുകാർക്ക് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ NHS വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവർക്ക് കൊടുക്ക ഇങ്ങനെ വേണമെന്ന് ചോദിക്കും. അപ്പൊ അവര് കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് ഇതിലെന്തൊക്കെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് ഡീല് കൊടുക്കും. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഈ അലർജീനെ പറ്റി ഇത്ര പഠിച്ചത്. കാര്യം നമ്മളൊരു മലയാളിക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ പറയും, ഇത് കട്ട്ലേറ്റ് ആണ്, ഇത് എഗ് പപ്സ് ആണ്, ഇത് വെജിറ്റബിൾ പപ്സ് ആണ്, വേറെ ഒന്നും അവർക്ക് അറിയണ്ട. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇതിനോടുള്ള അറിവ് കുറവാണോ? നാട്ടിലാണെങ്കിൽ അറിവ് കുറവായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കേസിനോട് കുറവായിട്ടോ അല്ല, ഡയഗ്നോസിസ് കുറവാണ്. അബീസിക്കാർക്ക് ഇപ്പൊ സ്കിന്നിന് ഒരു ഇഷ്യൂ വന്നു, സെയിം ടൈമിൽ വയറിനൊരു ബർപ്പിംഗ് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ സെയിം ടൈമിൽ വേറെ എന്തെങ്കിലും ആയിട്ട് കൂടുതൽ അസോസിയേറ്റുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും ഇൻഡിവിജ്വലി പോയി ഡോക്ടറെ കാണുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു കാരണം കൊണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഈ മിൽക്കിന്റെ അലർജി ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കിന്നിൽ ചെറിയ എക്സിമ റാഷസ് വരും. അതുപോലെ അവർക്ക് ഇങ്ങനെ ഒത്തിരി ഗ്യാസ്ട്രോ പ്രോബ്ലംസ് വരുന്നത്, എപ്പോഴും റീഫ്ലക്സ് ഇഷ്യൂസും, അതുപോലെ അവർക്ക് ലൂസ് ടൂൾസ് ഒരുപാട് കൂടുതലായിരിക്കും. ഡാർക്ക് ഗ്രീൻ മ്യൂക്കസി ആയിട്ടുള്ള ലൂസ് ടൂൾസ് ഒത്തിരി വരും. നാട്ടിലാണെങ്കിൽ ഞാൻ പറയട്ടെ, ടു ബി ഓണസ്റ്റ്, നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വയറിളകി പോകുന്നത് ഭയങ്കര ഗ്രീൻ കളറിലാണെങ്കിൽ അവർ പറയും അത് പച്ചമരുന്ന് കഴിക്കുന്നുണ്ടോ, അമ്മ പച്ചമരുന്ന് കഴിക്കുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരികയെന്ന്. ഒരിക്കലും അല്ല. ഒരു 75% കുഞ്ഞുങ്ങൾക്കും മിൽക്കിന് ഇൻടോളറൻസ് ഉണ്ട്. അതായത് അമ്മ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് പാലുണ്ടാവാനെന്ന് പറഞ്ഞ് കണ്ടമാനം പാല് കുടിക്കുക. അപ്പൊ ആ മിൽക്ക് ഇൻടോളറൻസ് കുഞ്ഞുങ്ങൾക്ക് വരും. അത് ഭയങ്കര റയർ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. നാട്ടിൽ ഡയഗ്നോസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇഷ്യൂസ്. അതുകൊണ്ടാണ് സ്കിൻ ഇഷ്യൂസും ഭയങ്കര സ്കിന്നിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ആ ഒരു തൽക്കാലത്തേക്കുള്ള റെമഡി കിട്ടുന്നത്. വളർന്നു വരുമ്പോൾ കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മളിപ്പോ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്.
മനസ്സിലായോ? നമുക്ക് ആ ഇഷ്യൂസ് നമ്മൾ നേരത്തെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് പറഞ്ഞതുപോലെ ഡയഗ്നോസിസ് കുറവാണ്. ഇവിടെ അലർജിയുടെ കാര്യം പറഞ്ഞില്ലേ, അലർജി ഭയങ്കര കൂടുതലാണ് ഇവിടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യില്ലേ, 6 മാസത്തിൽ നമ്മൾ സോളിഡ് ഫുഡ്സ് കൊടുക്കില്ലേ, അത് നമ്മൾ എത്രത്തോളം ഏർലി ആയിട്ട് നമ്മൾ അലർജൻസ് കൊടുക്കുന്നു അത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് പറയുന്നത്. ഇനി അതിന്റെ അഭാവം കൊണ്ടാണോന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നഴ്സറിയിലേക്ക് പൊതുവായിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തു വിടുമ്പോഴൊക്കെ അലർജൻസ് ഇല്ലാതെ വേണം കൊടുത്തു വിടാനായിട്ട്. അല്ലെങ്കിൽ ഒരു കയ്യിൽ ടച്ച് ചെയ്താൽ പോലും പെട്ടെന്ന് അതിന് അനഫൈലാക്സിസ് റിയാക്ഷൻ എന്ന് പറയും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡെഡ്ലി ആയിട്ടുള്ള സിംറ്റംസ് വരുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത്. നമുക്ക് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് സിവിയർ ആവും സിംറ്റംസ്. അങ്ങനെയുള്ള അലർജീസിലേക്ക് വരെ അത് ലീഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്ലീസ് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ അലർജൻസ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും നട്ട്സും അതുപോലെ പോസിബിൾ അലർജൻസ് ഉള്ള ഫുഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. പിന്നെ എന്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കാര്യം ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വെച്ച് എടുക്കാറില്ല. ഇപ്പൊ ഞാനും 3 വർഷമായി, ഞാൻ കഴിഞ്ഞൊരു 3 മാസമായുള്ളൂ, അതും ഞാൻ ആമിനെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ആ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയത്. ശരിക്കും നമ്മൾ UK വന്ന അന്ന് മുതൽ വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുത്ത് തുടങ്ങണം. നേരത്തെ പറഞ്ഞൊരു കാര്യം പോലെ തന്നെ ഇവിടെ UK വരുമ്പോൾ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഒരു 13 അടുത്തിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു 30 വയസ്സിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിക്കാനാ, അല്ലെ? സ്റ്റുഡൻസ് ആയിട്ട് വന്നാൽ ആരും ഇപ്പം ജോലിക്കായിട്ട് വന്നാലും നമ്മൾ ഇവിടുത്തെ ആ ഒരു റുട്ടീനിലേക്ക് ആയി പോവാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ ഓടി നടക്കുന്നു. ഉറപ്പായിട്ടും മൾട്ടി വിറ്റമിൻസ് എടുത്തിരിക്കണം, എല്ലാവരും എടുത്തിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ന്യൂട്രിയൻസ് ലാക്കാണ്. നമുക്കാണെങ്കിലും ഈ ഒരു 30 ഏജ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിയുന്നതോടുകൂടി ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വരുന്ന ടൈമാണ്. ഞാൻ പറയുകയാണെങ്കിൽ കാൽസ്യത്തിന്റെ സപ്ലിമെന്റേഷൻ എടുക്കുക. അതുപോലെ വിറ്റമിൻ ഡിയുടെ ഒരു 3000 IU വരുന്ന ആ ഒരു ഡോസേജിൽ വരുന്ന ഒരു സപ്ലിമെന്റേഷൻ ഉണ്ട്. അത് ഒത്തിരി സിവിയർ ആയിട്ട് ഇപ്പം നമ്മുടെ ഈ വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിൽ വരെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ 25 ഹൈഡ്രോക്സി ലെവൽസ് ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു വിറ്റമിൻ ഡി ഒരു 20 ആണ് ഒരു മിനിമം എന്ന് പറയുന്നത്. ആ 20ൽ താഴെ പോയി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ടാബ്ലറ്റ്സ് എടുക്കുക. അതിന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ടാബ്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ ഇത് ബാധിക്കും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് പറയുന്നത്. പക്ഷെ ഈ വിറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദോഷമില്ല. മൾട്ടി വിറ്റമിൻ എടുക്കാം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡെഫിഷ്യൻസി ഉള്ളതിന് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ഡോസേജ് കൊടുക്കാം. അതുപോലെ ഏതാണ് ബെസ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ വരും. നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആയിട്ടുള്ള ഇവിടുത്തെ UKയിലത്തെ എല്ലാ ബ്രാൻഡും നല്ലത് തന്നെയാണ്. ഇപ്പം ഹോളണ്ട് ആൻഡ് ബാർട്ടിന്റെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റ് അറിയാതിരിക്കാൻ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സ്പ്രിങ്കിൾസ് അല്ലെ ന്യൂട്രിജൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താം. മിക്സ് ചെയ്ത് കൊടുത്താലും കുഞ്ഞുങ്ങൾ അറിയില്ല. അതുപോലെ നമുക്കാണെങ്കിലും ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം.